അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു നല്ല 5 കിലോ ബീറ്റ്റൂട്ട് ഉണ്ട്. ആ ബീറ്റ്റൂട്ട് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ബിസിനസ് വീഡിയോസുകളാട്ടോ. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അച്ചാർ ബിസിനസ്സുകളാട്ടോ. ഇപ്പൊ നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ് അച്ചാർ ബിസിനസ് തന്നെയാണ്. നീണ്ട 30 വർഷങ്ങളായി ഞാൻ ഈ അച്ചാർ ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അച്ചാർ വളരെ ചെറിയൊരു കടയായിരുന്നു ഞങ്ങളുടേതെന്ന് ഞാൻ എല്ലാ വീഡിയോസിലും തന്നെ പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് ഞങ്ങളെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ചേർന്ന് സ്വദേശി പിക്കിൾ വേൾഡ് എന്ന് വെച്ചാൽ ഒരുപാടേറെ അച്ചാറുകൾ 150 വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ വിൽക്കുന്ന വലിയൊരു സംരംഭമായി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പൊ അച്ചാർ ബിസിനസ് എന്ന് പറയുന്നത് വീട്ടിലിരുന്നുകൊണ്ട് വീട്ടിലെ അടുക്കളയിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബിസിനസ് ആട്ടോ. അപ്പൊ അതിനെ അച്ചാർ ബിസിനസ് ഇഷ്ടമില്ലാത്തവർക്ക് ഇഡ്ഡലി യൂണിറ്റ്, പൊതിച്ചോറ് നിർമ്മാണം, അതുപോലെ ചെറുകിട ബിസിനസ്, ചമ്മന്തി പൊടി ചമ്മന്തി, തേങ്ങാ ചമ്മന്തി പൊടി, അതുപോലെയുള്ള ഒരുപാട് എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മുതൽ പാക്കിങ് മുതൽ A to Z എല്ലാം നമ്മുടെ വിമലാമ്മയുടെ രുചിക്കൂട്ട് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കാണാത്തവരെല്ലാവരും കാണുക, കണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു വീട്ടമ്മ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അച്ചാറുകൾ ഉണ്ടാക്കി നമ്മൾ പൊതു മാർക്കറ്റിൽ വ്യാവസായികമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് കേട്ടോ. ഏറ്റവും കൂടിയ ഒരു നോർമലി ഉണ്ടാക്കുന്ന അച്ചാറുകൾക്ക് നമ്മൾക്ക് 6 ദിവസം ഇല്ലെങ്കിൽ 7 ദിവസം മാത്രമാണ് ലൈഫുള്ളൂ. നമ്മളെ നല്ലെണ്ണയ്ക്കകത്ത് മാത്രമെല്ലാം നല്ല അടിപൊളിയായിട്ട് വരട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 1-2 മാസക്കാലമൊക്കെ ഇരിക്കും. പിന്നെ ഇതിന് അച്ചാർ ബിസിനസ്സായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വ്യാവസായികമായിട്ട് അച്ചാർ ബിസിനസ് കേട്ടോ നമ്മൾ 1-2 കുപ്പിയൊക്കെ ഉണ്ടാക്കി തൊട്ട് അയലക്കത്ത് കൊടുക്കുന്നതിനൊന്നും വേണ്ട. നമ്മൾ വലിയ അച്ചാർ ബിസിനസ്സായിട്ട് കടകളിലൊക്കെ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അച്ചാർ ബിസിനസ്സിന് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരൊക്കെ ക്ലാസ്സിന് കൂടി എല്ലാവരും തന്നെ നല്ല നല്ല ഒത്തിരി യൂണിറ്റുകളൊക്കെ തുടങ്ങി കേട്ടോ. എല്ലാവരും അച്ചാർ ബിസിനസ്സുമായിട്ട് പരാജയപ്പെട്ട് ചട്ടിയും കലമൊക്കെ പിറക്കി വീട്ടിൽ വന്നിരുന്നവരെല്ലാം ഒത്തിരി പേര് എൻ്റെ കൂടെ ക്ലാസ്സിന് കൂടി അവരെല്ലാം ഇപ്പം നല്ല ഹൈടെക് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അച്ചാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് സാധ്യതകളാണ് നമുക്ക് അച്ചാർ ബിസിനസ്. നമ്മൾ ഈ അച്ചാർ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7025-885-778 എന്ന നമ്പറിലോ 9497-445-778 എന്ന നമ്പറിലോ നമ്മൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഒരു ഏകദേശം 1-1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും A to Z പറഞ്ഞു തരുന്ന, അതൊരു അച്ചാർ ലൈസൻസുകൾ എങ്ങനെ എടുക്കാം, അത് വിൽപ്പന എങ്ങനെ, എല്ലാ കുട്ടങ്ങളും A to Z എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ക്ലാസ് കേട്ടോ. വളരെ ലളിതമായിട്ട് ഒരാൾക്ക് മാത്രമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഗൂഗിൾ മീറ്റ് ഒന്നും അല്ല, ഒരാൾക്ക് സെപ്പറേറ്റ് ക്ലാസ് എടുത്തു പോകുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് ഒരുപാട് പേര് ക്ലാസ്സിന് വിടുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും ക്ലാസ്സിന് വിളിക്കുക കേട്ടോ. എല്ലാവരും പൊതുമാർക്കറ്റിൽ ഒരുപാടേറെ ഡിമാൻഡുള്ളതാണ് നമുക്ക് ബീറ്റ്റൂട്ട് അച്ചാർ. അപ്പോൾ ഒരു ബീറ്റ്റൂട്ട് അച്ചാർ എങ്ങനെയാണ്, ഒരു അടിപൊളി ബീറ്റ്റൂട്ട് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് 5 കിലോ ബീറ്റ്റൂട്ട് ഉണ്ട്. തൊലിയൊക്കെ ചെത്തി നമ്മൾ കടിയൊക്കെ കൊണ്ടുവന്നാട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരെണ്ണം എങ്ങനെയാണ് അരിയുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ചതുരത്തിലും അരിയാം, നീളത്തിലും ഒക്കെ അരിയാം കേട്ടോ. ഇച്ചിരി ലേശ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് നല്ലത് കേട്ടോ. ഇങ്ങനെ വട്ടം കണ്ടിച്ചു 3ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ലേശം ഒരു വെറൈറ്റി ആയിട്ട് അരിച്ചിലൊക്കെ ഭയങ്കര കരിയുണ്ട് കേട്ടോ അച്ചാർ മേടിക്കുമ്പോൾ ഒക്കെ ആൾക്കാർ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇതുണ്ടോ ഈ പരുവത്തിലങ്ങ് അരിഞ്ഞു വിട്ടാൽ മതി. നമ്മളിത് മൊത്തമായിട്ട് ഇനി സ്റ്റാഫുകളെ കൊണ്ട് അരിയിപ്പിക്കുക. എനിക്ക് ഇച്ചിരി ധൃതിയാണ്, കടയത്തൊക്കെ തിരക്കുള്ളതുകൊണ്ട് ഇനി അത് അവരെ അരിഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ ചേരുവകളും കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ടൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ. 5 കിലോ ബീറ്റ്റൂട്ടാണ് ഞാൻ അരിയണതൊക്കെ കാണിച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് നമ്മൾ അരിഞ്ഞു വെച്ചു. ബീറ്റ്റൂട്ട് അരിഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തങ്കരനെ ഇപ്പം നമുക്ക് അച്ചാറുണ്ടാക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയേക്കുവാണേ. എന്നാൽ വേഗം പോകട്ടെ, അമ്മ പറയട്ടെ. അപ്പം 5 കിലോ ബീറ്റ്റൂട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചു. ഇനി അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ബീറ്റ്റൂട്ട് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയുള്ള ചേരുവകൾ ആദ്യം നമ്മുടെ ബീറ്റ്റൂട്ട് അരിഞ്ഞത് നമുക്ക് 5 കിലോ ഉണ്ട്. എല്ലാം അരിഞ്ഞ് പാത്തെടുത്ത് വെച്ചു. 150 ഗ്രാം പച്ചമുളക് അരിഞ്ഞത്, 200 ഗ്രാം വെളുത്തുള്ളി പൊളിച്ചെടുത്തത്, 150 ഗ്രാം ഇഞ്ചി നല്ലോണം കൊത്തി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കണേ. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. സൺഫ്ലവർ ഓയിലും നല്ലെണ്ണ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിരിക്കുന്നത് കേട്ടോ. 1/2 കിലോ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് മാത്രം ഉപ്പ്, ഒരു 200 ഗ്രാം പഞ്ചസാര, 50 ഗ്രാം കായപ്പൊടി,
1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, 50 ഗ്രാം കടുക്, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ലിറ്റർ വിനാഗിരി എടുത്ത് വെച്ചേക്കുന്നതാണ്. ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 കിലോയ്ക്ക് 1/2 കിലോ കാശ്മീരി ചില്ലിയുടെ മുളകാട്ട വേണ്ടത്. ഇത്രയും ചേരുവകളാണ് നമുക്ക് ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ലൈറ്റായിട്ട് മധുരമൊക്കെ ഇട്ടുണ്ടാക്കുമ്പം നല്ല അടിപൊളിയാട്ടോ. ഇല്ലെങ്കിൽ ബീറ്റ്റൂട്ട് അച്ചാറിൻ്റെ ടേസ്റ്റ് നമുക്ക് മൊത്തത്തിൽ കോമൺ ആയിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് ചുമ്മാ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നില്ല. ഇതുപോലെ ചെറു മധുരമൊക്കെ ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഉരുളി വെച്ചു. സ്ഥിരമായിട്ട് അടുപ്പ് വയ്ക്കുന്നതുകൊണ്ടാട്ടോ ഉരുളിയൊക്കെ നല്ല കറുത്തിരിക്കണം. ഇപ്പം ഗ്യാസൊന്നും ഇല്ല. അപ്പോൾ സ്ഥിരം നമ്മളിത് അടുപ്പത്ത് തന്നെയാട്ടോ. അപ്പോൾ തേച്ചാലൊക്കെ ഈ കണക്കിനൊക്കെ ആട്ടോ വേവുള്ളൂ. നല്ല ശരിക്കും വെളുത്തേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉരുളി നല്ലോണം ചൂടായി. അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ നന്നായിട്ട് ചൂടായി. അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് നല്ലോണം പൊട്ടി. അതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഒരെണ്ണം ഫ്രൈ ആക്കി കോരി മാറ്റിയിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമുക്ക് ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമല്ല പ്രശ്നം. വേഗം ഉണ്ടാക്കി എടുക്കുമല്ലേ നല്ലത്. അപ്പോൾ ഒന്നിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇത് തീ ആയതുകൊണ്ട് വേഗം തന്നെയാവും കേട്ടോ. ഗ്യാസിനേക്കാൾ എളുപ്പം തീക്കകത്താവും. ഗ്യാസൊന്നും കിട്ടാല്ലാത്തതുകൊണ്ട് നമ്മൾ ഫുള്ള് വിറക് തന്നെയാക്കി. ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ശരിക്കും ഫ്രൈ ആയതിന് ശേഷം മാത്രമാട്ടോ നമ്മൾ മുളക് പൊടി ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ ആ മുളകിൻ്റെ കുത്തൽ ആദ്യം നിൽക്കും. ഇനി നമുക്ക് 1/2 കിലോ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാവേ. കാശ്മീരി ചില്ലി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ കാശ്മീരി ചില്ലി ഇട്ട് നന്നായിട്ട് കുറച്ച് നേരം അങ്ങ് ഇളക്കി ഇതുണ്ടോ ഈ ഒരു കറുപ്പ് കളർ ഏകദേശം ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. പഞ്ചസാര ഇട്ട് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ കിട്ടും. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് മധുരത്തിനല്ല പഞ്ചസാര ഇടണം. ഇതിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ബീറ്റ്റൂട്ടിന് നമുക്കൊരു തിളങ്ങി നിൽക്കുന്ന സൈസ് കളർ കിട്ടും കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നോക്കി ഉപ്പിടാം കേട്ടോ. കുറച്ച് ഉപ്പിടാം ആദ്യം, പിന്നെ നമുക്ക് ഉപ്പിടാവേ. ബീറ്റ്റൂട്ട് നമ്മൾ സ്റ്റീമിലാട്ടോ വേവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് തൽക്കാലം ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ട. വിനാഗിരിയൊക്കെ ലാസ്റ്റ് ഒഴിക്കുള്ളൂ. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും ബീറ്റ്റൂട്ട് വേവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതൊരു അരമണിക്കൂർ കൊണ്ടൊക്കെ ആട്ടോ ഇത് നന്നായിട്ട് ചെറുത് കിടന്ന് നന്നായിട്ട് വേവുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കായംപൊടി ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഇട്ട് കൊടുത്തേ. ഇതിനകത്തേക്ക് നമ്മൾ വിനാഗിരി വെള്ളം മാത്രമാണ് ഒഴിക്കാറുള്ളത്. ഇപ്പം നമ്മൾ ശരിക്കും കടുപ്പായിട്ടിരിക്കുന്നതിൽ അടപ്പടച്ച് മൂടിക്കൊടുക്കുമ്പം ഇത് നല്ല വെന്ത് നന്നായിട്ട് ഇപ്പോൾ വെള്ളമാവേ. നമുക്ക് ചെറു തീയിലിട്ടേക്കും കേട്ടോ. നമുക്ക് സ്റ്റീമിൽ വെച്ച് കൊടുക്കാവേ. അടപ്പടച്ച് മൂടി വെച്ചു. ഇപ്പം ഈ അത് തന്നെ ഇപ്പം തന്നെ നല്ലോണം അതിനകത്ത് വെള്ളമാകും കേട്ടോ. ഈ സ്റ്റീമിലിരിക്കട്ടെ. നമ്മൾ സ്റ്റീമിൽ വെച്ചിരുന്ന അടപ്പ് നമുക്ക് ഒക്കെ നോക്കാം. ഇതുണ്ടോ നല്ല ഡ്രൈ ആയിട്ട് കിടന്നൊക്കെ നല്ല ഇതുണ്ടോ നല്ല അടിപൊളി ആയിട്ട് ഉണ്ട്. നല്ലൊരു കളറും നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് നമുക്ക് അച്ചാറായിട്ട് ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് 2 ലിറ്റർ തിളപ്പിച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോഴാണ് നല്ല കുഴഞ്ഞ് കിടക്കുന്ന നല്ല ലിക്വിഡ് ചാറിനകത്ത് കിടക്കുന്ന നല്ല ബീറ്റ്റൂട്ട് അച്ചാറാവുള്ളൂ. അതിനകത്തേക്ക് നമുക്ക് 1/2 ലിറ്റർ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയും ഡൈലൂട്ടായിട്ട് വിനാഗിരി നമുക്കിത് ഒരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ നല്ല തേക്കകത്ത് നമുക്ക് ശരിക്കും കുറുക്കി പറ്റിച്ചെടുക്കാം കേട്ടോ. കുറുക്കി പറ്റിക്കണ്ടേ നന്നായിട്ടൊന്ന് വെന്തെടുത്താൽ മതി. ഇപ്പം തന്നെ ഇതുണ്ടോ നല്ല ഗ്ലാമറായിട്ടുള്ള നല്ല അച്ചാറാണ്. ഉപ്പൊക്കെ പാകത്തിനാണോന്നൊക്കെ നോക്കി കുറച്ച് ഉപ്പോടെ വേണം തിളപ്പിക്കുന്ന നല്ലോണം പറ്റിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഉപ്പ് ക്ലിയർ ചെയ്തിട്ട് വേണം, ഗ്രേവി കറക്റ്റ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാൻ കേട്ടോ. നമുക്ക് ഇച്ചിരി തീയോടെ എടുത്ത് വെച്ചിട്ട് നന്നായിട്ടത് കുറുക്കിയെടുക്കാം കേട്ടോ.
ഇപ്പൊ ബീട്രൂട്ട് അച്ചാറ് 5 മിനിറ്റ് നല്ല നല്ല തീയിൽ കത്തിയിട്ടെന്ന് വെച്ചാൽ ഒത്തിരി തീയല്ല, ഒരു നോർമൽ തീ കേട്ടോ. അതിനകത്ത് കൊടുത്തു കേട്ടോ. നല്ല അടിപൊളി ബീട്രൂട്ട് അച്ചാർ ഇട്ടിട്ടുണ്ട്. ഇത്രയും ഗ്രേവിയിൽ നമ്മൾ വാങ്ങി വെക്കണം കേട്ടോ, എന്നാലും നാളെ ആകുമ്പോഴത്തേക്ക് അത് നല്ല സെറ്റായിട്ട് നമ്മൾ കറക്റ്റ് കുറുകിൽ നമുക്കത് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഗ്യാസൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഇതുണ്ടോ, നമ്മൾ നിരത്തി പിടിച്ച് കുറേ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. അടുപ്പിനകത്താട്ടോ നമ്മൾ ഉണ്ടാക്കണത്. അപ്പൊ ബീട്രൂട്ട് അച്ചാറൊക്കെ നല്ല കിടിലനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉള്ള കേട്ടോ. എല്ലാവരും ഇതുപോലെ തന്നെ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കി വിൽക്കുക. എല്ലാവരും നല്ല പൈസക്കാരാവുക. ക്ലാസ്സിന് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.